നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിലെടുക്കുക. മലയാളത്തിന്റെ മോഹൻലാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളികൾ സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും. ലോകത്തുള്ള എല്ലാ മലയാളികളും സന്തോഷിക്കുന്ന ഒരു ദിവസം. കാരണം സിനിമയുടെ പരമോന്നത പുരസ്കാരമായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2023 പ്രഖ്യാപിച്ചപ്പോൾ അത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്, മോഹൻലാലാണ്. മോഹൻലാൽ എന്ന് പോലും യഥാർത്ഥത്തിൽ സാധാരണ മലയാളികൾ വിളിക്കുന്നത് ലാലേട്ട എന്നാണ്. ഏട്ടൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. എല്ലാവർക്കും ഒരേപോലെ ലാലേട്ടനാണ്. ഒരു ലാലിസം നമ്മൾ വർഷം തോറും എത്രയോ പതിറ്റാണ്ടായിട്ട് നമ്മൾ കണ്ടുവരുന്നു. എത്രയോ തലമുറകളെ വിസ്മയിപ്പിച്ചാണ്. ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു താമസിച്ചു പോയൊരു അവാർഡായിരിക്കാം. മോഹൻലാലിന് 2 ദേശീയ അവാർഡ് കിട്ടിയുള്ളെന്ന് പറയുമ്പോൾ തന്നെ അതിശയമാണ്. കാരണം 2 കിട്ടിയത്, ഒന്ന് ഭാരതത്തിന്, മറ്റേത് വാനപ്രസ്ഥത്തിനാണ്. വാനപ്രസ്ഥം മികച്ച ചിത്രമായിരുന്നു. ആ വട്ടത്തെ ആ വാനപ്രസ്ഥം നിർമ്മിച്ചത് മോഹൻലാലായിരുന്നു. വാനപ്രസ്ഥം അമ്പേ പരാജയമായ ഒരു ചിത്രമാണെങ്കിൽ പോലും അന്ന് തന്നെ അത്രയും മുതൽ മുടക്കിൽ ഒരു സിനിമ നിർമ്മിക്കാനുണ്ടായ മോഹൻലാലിൻ്റെ മനസ്സിനാണ് ഏറ്റവും വലിയ അവാർഡ്. അന്നേരം അന്ന് മികച്ച പ്രൊഡ്യൂസറും മികച്ച നടനും മോഹൻലാലാണ്. ഭാരതം, ഇത് കൊമേഴ്ഷ്യലി സക്സസ് ആയ സിനിമകളാണ്. ഭാരതം അതിനകത്ത് ഭയങ്കര കൊമേഴ്ഷ്യലി സക്സസ് ആയ സിനിമയാണ്. അതിന് മികച്ച നടൻ. അന്നേരം മികച്ച നടനുള്ള അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം നാഷണൽ അവാർഡ് 5, 6, 7 തവണ കിട്ടേണ്ടതാണ്. ഇപ്പോൾ അമിതാഭ് ബച്ചനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് കിട്ടേണ്ട നടന്മാരിൽ ഒരാൾ ഉറപ്പായിട്ടും അമിതാഭ് ബച്ചനെക്കാട്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മോഹൻലാലിനാണ്. മോഹൻലാലിനെ കൂടുതൽ നോമിനേഷൻസ് കൂടുതൽ പോയിരിക്കുന്ന ഒരു പക്ഷേ മമ്മൂട്ടിക്കാണ്. മമ്മൂട്ടിക്ക് ഈ അവാർഡുകൾ ഒന്നും തന്നെ ഈ പറഞ്ഞ പോലെ കിട്ടില്ല. പക്ഷെ മോഹൻലാൽ ഇപ്പം നിൽക്കുന്നത് ഭയങ്കര സന്തോഷത്തിന് നിറവിലാണ്. കാരണം ഈ വർഷം 2025 എല്ലാം കൊണ്ടും മോഹൻലാലിൻ്റെ വർഷമാണ്. ഇങ്ങനെ എല്ലാം തികഞ്ഞ വർഷങ്ങൾ വരുന്ന വളരെ അപൂർവമാണ്. എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം, അതിനകത്ത് 2 സിനിമ 200 കോടി കവർ ചെയ്ത സിനിമകൾ. ഒരെണ്ണം സൂപ്പർ ഹിറ്റായിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഹൃദയപൂർവ്വം. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഏറ്റവും ഗംഭീരമാർന്ന സിനിമയുടെ ഏറ്റവും പരമോന്നത പുരസ്കാരവും കൂടെ ഇദ്ദേഹം നേടിയെടുക്കുന്നത്. അർഹതയുള്ള നേട്ടം നമുക്ക് പറയാം. ഒരിക്കലും ഒരാളും പറയത്തില്ല അതിൽ ഇത് ഇപ്പം നമ്മൾ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കുമ്പം അല്ലു അർജുനോ അല്ലെങ്കിൽ ഇന്നാക്കോ അല്ലെങ്കിൽ ഷാരൂഖ് ഖാനോ കിട്ടും അയ്യേ എന്ന് പറയുന്ന പോലെ ഇത് എല്ലാ ഇന്ത്യക്കാരനും നല്ല അഭിമാനപൂർവ്വം പറയാം, ഇത് നമ്മുടെ മോഹൻലാലിന് യോജിച്ച അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടന് എന്നേ കിട്ടേണ്ട അവാർഡാണ്, അല്ലെങ്കിൽ അറിയിച്ച അവാർഡെന്ന് ഉറപ്പിച്ച് പറയുന്ന അവാർഡ്. അന്നേരം ഇനി ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ കിട്ടട്ടെ. ലഫ്റ്റനന്റ് കേണൽ കിട്ടി, പത്മശ്രീ, പത്മഭൂഷൺ, പിന്നെ ഈ പറഞ്ഞ പോലെ ദാദാ സാഹിബ്, വളരെ കുറച്ച് ഇനിയും ഭാരതത്തിൻ്റെ വളരെ കുറച്ച് അവാർഡുകൾ, അതായത് ഭാരതരത്നം, പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അന്നേരം 1-2 അവാർഡുകളൂടെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പുരസ്കാരങ്ങളും മോഹൻലാലിനെ തേടി വന്നു കഴിഞ്ഞു. അതെല്ലാം അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. കാരണം മലയാളികളുടെ ഓരോ ദിവസത്തെയും മോഹൻലാലിൻ്റെ ഒരു പാട്ട് കേൾക്കാതെ അല്ലെങ്കിൽ ഒരു ഡയലോഗുകൾ കേൾക്കാതെ ഒക്കെ പോകുന്നത് വളരെ അപൂർവമാണ്. അന്നേരം നമ്മളോടൊപ്പമാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ. അന്നേരം അദ്ദേഹത്തിന് കിട്ടിയ ഈ ഗംഭീര അവാർഡ്, ഗംഭീര പുരസ്കാരം, അത് അടൂർ ഗോപാലകൃഷ്ണനാണ് ആദ്യമായിട്ട് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അത് ഡയറക്ടർ എന്നുള്ള രീതിയിൽ. ഇതെല്ലാം ഉണ്ട്. മികച്ച നടൻ ആണ്, മികച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ മേഖലയിലും അദ്ദേഹം നിർമ്മാണത്തിലുണ്ട്, സംവിധായകനായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ അദ്ദേഹം സംവിധായകനുമായി. എല്ലാ സമസ്ത മേഖലകൾക്കും കൊടുക്കുന്ന അവാർഡ് എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. അന്നേരം ലാലേട്ടന് ഹൃദയം നിറഞ്ഞ ആശംസകൾ റിവ്യൂ മാസ്റ്ററിൻ്റെ വകയിൽ. എന്തായാലും ഇന്നത്തെ ദിവസം എന്നെന്നും ഒരു ഓർമ്മയ്ക്കായി ലാലേട്ടന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. അടിപൊളിയാട്ടെ. ഇനിയും പുത്തൻ അവതാര പിറവികളായിട്ട് ലാലേട്ടൻ വരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.